ബെസ്റ്റ് സൊല്യൂഷൻ. അതായത് വാല്യൂ കണ്ടന്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ വാല്യൂ കണ്ടന്റ് എപ്പോഴും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായി. ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ഏറ്റവും മികച്ചൊരു സൊല്യൂഷൻ ആയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ സർവീസിന് കൊണ്ടുവരാൻ കഴിയുക? നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് കസ്റ്റമറുടെ ഒരു പെയിൻ പോയിന്റിനെ അഡ്രസ് ചെയ്യുന്ന, സോൾവ് ചെയ്യുന്ന, ക്യൂർ ചെയ്യുന്ന ഒരു നല്ല സൊല്യൂഷനായി മാറണമെങ്കിൽ അതിലുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ അത് ഒരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാൻ. ഈ 7 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് മാറും. നമ്മൾ ഒരു പക്ഷെ പല മേഖലയിലായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് മേഖലയിൽ ഉണ്ടാവാം, സർവീസ് മേഖലയിൽ ഉണ്ടാവാം, ട്രേഡ് മേഖലയിൽ ഉണ്ടാവാം, പല മേഖലയിലായിരിക്കും. പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, റീറ്റെയിൽ ആയിരിക്കാം, ഹോൾസെയിൽ ആയിരിക്കാം. ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ജെൻസ് ആവാം, ലേഡീസ് ആവാം, അതല്ലെങ്കിൽ മിക്സ്ഡ് ആവാം, പലരുമാവാം, പല മാർക്കറ്റ് ആയിരിക്കാം. പക്ഷെ ഏതൊരു മാർക്കറ്റിലേക്കും നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മുന്നോട്ട് വെക്കുമ്പോൾ അത് ഒരു കൃത്യമായ സൊല്യൂഷൻ ആയിരിക്കും, ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും. അങ്ങനെ പ്രശ്നത്തിനുള്ള പരിഹാരമായി നിങ്ങളൊരു കണ്ടന്റ്, നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ഒരു കണ്ടന്റിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ സൊല്യൂഷന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം ഒന്നാമത്തെ കാര്യം കണ്ടക്സ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന്. അതായത് ഒരു സാഹചര്യം, നമ്മുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് യൂസ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് നമ്മളുടെ വാല്യൂ കണ്ടന്റിനകത്ത് നമ്മൾ പറയുക. അതിന്റെ ആ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ കസ്റ്റമർക്ക് എൻഗേജ്ഡ് ആവണമെങ്കിൽ, ഈ സൊല്യൂഷനിലേക്ക് കസ്റ്റമർ അട്രാക്റ്റഡ് ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ വാല്യൂ കണ്ടന്റിനകത്ത് അതിന്റെ ഒരു എൻവയോൺമെന്റിനെ കുറിച്ച്, അതിന്റെ ഒരു കണ്ടസ്റ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പറയാം. ഏത് സാഹചര്യത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നവർക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സഹായകരമാണ്? ഏത് പ്രശ്നത്തിനാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ്, നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് പ്രയോജനം? ഒരു പക്ഷേ ഒരു മാർക്കറ്റിൽ കിട്ടാത്ത കാര്യമല്ല നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മറ്റൊരു മാർക്കറ്റിൽ കിട്ടാനുണ്ട്, മറ്റൊരു കടയിൽ കിട്ടാനുണ്ട്, മറ്റൊരാളുടെ അടുത്ത് കിട്ടാനുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് വാങ്ങും? അതിന് ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. ആ പരിഹാരത്തിന്റെ ഒരു കണ്ടസ്റ്റ്, അതിന്റെ ഒരു പ്രത്യേക എൻവയോൺമെന്റ് ഈ പ്രൊഡക്റ്റിനകത്ത് ഇന്ന് എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് നിന്ന് ആയിരിക്കണം. ഒത്തിരി പേർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഒത്തിരി പണം ചെലവഴിക്കുന്നുണ്ട്, ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്. ഫൈനലി ബഹുഭൂരിപക്ഷം പേർക്കും കൃത്യമായ റിസൾട്ട് കിട്ടുന്നത്. എന്തുകൊണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വെറും ടെക്നിക്കുകളല്ല, ടൂൾസ് ഉപയോഗിക്കുന്നതല്ല, മെറ്റയുടെ ടെക്നിക്സുകളോ ടൂൾസോ ഉപയോഗിക്കുന്നതല്ല. അതിനകത്ത് ഒരു മാർക്കറ്റിംഗ് നോളജ്, ഒരു മാർക്കറ്റിംഗ് എക്സ്പെർട്ടൈസ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ മാർക്കറ്റിങ്ങിനകത്ത്, സെയിൽസിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ കൃത്യമായി മാർക്കറ്റിന് എന്താണോ വേണ്ടത് ആ രൂപത്തിൽ നിങ്ങളുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും. അതല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടക്കില്ല. നമുക്ക് വേണ്ടത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ ആളുകൾ അറിയുക മാത്രമാണ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടും. മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ലീഡ് ജനറേറ്റ് ആവുകയുള്ളൂ. ലീഡ് ജനറേറ്റ് ആയാൽ മാത്രമേ സെയിൽസ്. അപ്പൊ കൃത്യമായ കണ്ടക്സ്റ്റ് അവതരിപ്പിക്കാൻ കഴിയണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ ഇത് റിസൾട്ട് തരുന്നതായി. നിങ്ങളൊരു സൊല്യൂഷൻ അവതരിപ്പിക്കുന്നു, അതുകൊണ്ട് കസ്റ്റമർക്ക് എന്ത് റിസൾട്ട്, അതാണ് പ്രധാനം. കസ്റ്റമർക്ക് എന്ത് റിസൾട്ട് എന്നതാണ്. ഇപ്പൊ മാക്സി അല്ലെങ്കിൽ ചുരിദാർ തയ്ച്ച് നിങ്ങൾ കൊടുക്കുക, അതുകൊണ്ട് കസ്റ്റമർക്ക് എന്താ പ്രയോജനം? ചുരിദാർ കിട്ടാത്ത സ്ഥലമാണ്, ഒത്തിരി ടെക്സ്റ്റൈൽ ഷോപ്പുകളില്ലേ, അവിടെയൊക്കെ ചുരിദാറുകളില്ലേ, ഉണ്ടല്ലോ. പക്ഷെ എന്താ, ഇവിടെ ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള ക്ലോത്ത് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. ഒന്ന്, പലപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്ന
പല സ്ഥലത്ത് ഈ ക്ലോത്തിന്റെ ക്വാളിറ്റി പ്രശ്നമുണ്ടാവും. നമ്മൾ പ്രത്യേകമായി മില്ലിൽ നിന്ന് ക്വാളിറ്റിയുള്ള തുണി എടുക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്താൻ കഴിയും. 2, പ്രൈസ്. വലിയ ഷോപ്പുകളിൽ പോകുമ്പോൾ ഒത്തിരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല ഡ്രസ്സിനും ഒത്തിരി തവണ നമുക്ക് വാങ്ങേണ്ടി വരും. അതിന് വലിയ കോസ്റ്റ് വരും. അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തത് പ്രൈസ്, ലാഭം. മൂന്നാമത്തത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ നേരത്തെ ഫിക്സ് ചെയ്ത കുറെ സൈസിലുള്ളതാ കിട്ടും. ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കുറച്ച് വലുതായിരിക്കാം, കുറച്ച് ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സ് എന്ന് പറയുന്നത് നാണം മറയ്ക്കാനുള്ള ഒരു ഉപകരണം മാത്രമല്ല, അതിലുപരിയായിട്ട് നമുക്ക് നമ്മളുടെ ഒരു സൗന്ദര്യബോധത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഒരു സൗന്ദര്യബോധത്തെ കൂടി സഹായിക്കുന്ന രൂപത്തിൽ, നമ്മൾ ഒരു ഭംഗി കൂട്ടുന്ന രൂപത്തിൽ ഡ്രസ്സ് പലപ്പോഴും ചിലപ്പോൾ ഒരു പ്രത്യേക സൈസ് ഓവർ സൈസ് ആവുക അല്ലെങ്കിൽ ലെസ് സൈസ് ആവുന്നതുകൊണ്ട് ശരീരത്തിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ശരീരത്തിന്റെ ഭംഗി കൂട്ടാവുന്ന രീതിയിൽ കൃത്യമായി ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ റിസൾട്ട്. ആ റിസൾട്ട് നമ്മൾ കൃത്യമായി അവതരിപ്പിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ? സിംപ്ലിസിറ്റി എന്നുള്ള. അതായത് നമ്മളൊരു സൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ അത് സിമ്പിൾ ആയിരിക്കും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത എക്സാമ്പിൾ പറയരുത്. മനസ്സിലാവുന്ന എക്സാമ്പിൾ അത് വളരെ സിമ്പിൾ ആയിട്ട് ചിലർക്കൊക്കെ തോന്നാം, പക്ഷെ ആ സിമ്പിൾ എക്സാമ്പിൾ ആണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളൊരു സൊല്യൂഷൻ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഇന്നതാണ് സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറയുന്നതുപോലെ നിങ്ങൾക്ക് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ ഹെയർ ഫാൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയണം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റത് ഡൂവബിൾ ആയിരിക്കണം, ചെയ്യാൻ പറ്റണം. ഹെയർ ഫാൾ ഉണ്ട്, അത് തടയാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇറ്റ്സ് നോട്ട് വർക്ക്, അത് വർക്ക് ചെയ്യില്ല. അപ്പൊ ഡൂവബിൾ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതേപോലെ ഡൂവബിൾ ആയിരിക്കണം. മറ്റത് ക്ലാരിറ്റി ഉണ്ടാവണം ഒരു പറയുന്ന കാര്യത്തിൽ. നമ്മളിപ്പോ ഡാൻഡ്രഫ്, ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് ഡാൻഡ്രഫ് ഉണ്ടാവുന്നത്. ഡാൻഡ്രഫിനെ തടയുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയണം. നിങ്ങളൊരു സൊല്യൂഷനാണ് അവതരിപ്പിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. നമ്മളൊരു അസുഖം വന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ മെഡിസിൻ വാങ്ങുമ്പോൾ ആ ഡോക്ടർ പറയും ഇന്ന അളവിൽ കഴിക്കണം, ഇന്നതുപോലെ കഴിക്കണം, അല്ലെ? അളവിൽ പറയാതെ, അളവൊന്നും മാർക്ക് ചെയ്യാതെ നമുക്ക് മെഡിസിൻ തന്നാൽ നമുക്ക് തോന്നിയതുപോലെ കഴിച്ചാൽ എന്തായിരിക്കും റിസൾട്ട്? അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇന്നൊക്കെ ഫുഡിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് കഴിക്കരുത്, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയും, അല്ലെ? അതുപോലെ ക്ലിയർ ആയിട്ട്. അങ്ങനെ പറയാത്ത ഡോക്ടേഴ്സിന്റെ അടുത്ത് പിന്നെ നമ്മൾ പോവില്ല. നമുക്കൊരു അസുഖം വന്നു, ഒന്നും പറയാതെ എന്തൊക്കെയോ കുറെ എഴുതി തന്നു, ഇല്ല, നമുക്ക് കംഫർട്ട് ആവുക ഏതാ? നമ്മളോട് കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ക്ലാരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഏത് സൊല്യൂഷൻ ആണോ കൊടുക്കുന്നത് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺവീനിയൻസ് എന്നുള്ളതാണ്. അതായത് ഇത് കസ്റ്റമർക്ക് കൺവീനിയന്റ് ആയിരിക്കണം. നിങ്ങളൊരു സൊല്യൂഷൻ അവതരിപ്പിക്കുമ്പോൾ അത് യൂസബിൾ ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതായിരുന്നു, അവർക്ക് അച്ചീവബിൾ ആയിരിക്കണം. ഞാൻ നിങ്ങളോട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യത്തിലുള്ളതായിരിക്കണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും സോണി മാക്സിന്റെ ഒരു 1 lakh rupees വില വരുന്ന ക്യാമറ വാങ്ങിയിട്ട് ഇനി വീഡിയോ ചെയ്യാവോ എന്ന് പറഞ്ഞാൽ അത് കൺവീനിയന്റ് ആണോ? അല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണോ അത് വെച്ച് ചെയ്യാം. നമുക്ക് ക്യാമറയൊക്കെ മാറ്റണം തോന്നി നമുക്ക് അതിന് വരുമാനം ഉണ്ടെങ്കിൽ ക്യാമറ മാറ്റിയാൽ മതി. കൺവീനിയൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഒരു സൊല്യൂഷനകത്ത്. മറ്റൊരു കാര്യം ഫൈനലി ഫാസ്റ്റർ ആൻഡ് ബെറ്റർ റിസൾട്ട്. ഫാസ്റ്റർ ആൻഡ് ബെറ്റർ ആയിരിക്കും. ഇത് ഒത്തിരി ലോങ് ആയ സമയമെടുക്കുന്നു, ഒത്തിരി കാലം കാത്തിരിക്കേണ്ട ഒരു സൊല്യൂഷൻ ആയിരിക്കും, അല്ലെ? നിങ്ങൾക്ക് ഡയബറ്റിക് ആണ്, ആ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു 10 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എത്ര പേര് പർച്ചേസ് ചെയ്യും? നിങ്ങൾ ഡാൻഡ്രഫ് തടയണം, അല്ലെങ്കിൽ ഹെയർ ഫോൾ തടയണം, അതിന് ഞാനൊരു സൊല്യൂഷൻ കൊടുക്കുക, അതിനൊരു 5 വർഷം കാത്തിരിക്കണമെങ്കിൽ എത്ര പേര് അത് വാങ്ങും? അപ്പൊ ഫാസ്റ്റർ ആൻഡ് ബെറ്റർ, അതേപോലെ ബെറ്റർ ആയിരിക്കണം. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന്, ഒരു പ്രശ്നത്തിൽ നിന്ന്, ഒരു സാഹചര്യത്തിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കും. അപ്പോൾ സൊല്യൂഷൻ, അതായത് നമ്മളൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ്
കണ്ടന്റ് ഡെലിവറിയിലൂടെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. ആ സൊല്യൂഷന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായ ഒരു കണ്ടസ്റ്റ്, ഒരു എൻവയോൺമെന്റ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ആ എൻവയോൺമെന്റുമായി റിലേറ്റഡ് ആ ഒരു കണ്ടസ്റ്റ് ഉണ്ടാവണം. അല്ലാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കണം ആ സൊല്യൂഷൻ നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അതുപോലെ അത് റിസൾട്ട് തരുന്നതായിരിക്കണം, അത് സിമ്പിൾ ആയിരിക്കണം, സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ ഡൂവബിൾ ആയിരിക്കണം. അതോടൊപ്പം കൃത്യമായ ക്ലാരിറ്റി ആ സൊല്യൂഷനിലൂടെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. കൃത്യമായ കൺവീനിയൻസ് ആയിരിക്കണം, കസ്റ്റമർക്ക് ചെയ്യാൻ കഴിയാവുന്ന, സാധിക്കാവുന്നതായിരിക്കണം. അതേപോലെ ഫാസ്റ്റർ ആൻഡ് ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ കണ്ടന്റ്, മാർക്കറ്റിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഒരു പ്രശ്നത്തോടുള്ള സൊല്യൂഷൻ ആയിരിക്കണം എന്ന കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. അങ്ങനെയുള്ള സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ആ സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കേണ്ട, നിങ്ങളുടെ വാല്യുബിൾ കണ്ടന്റ് എന്ന സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക, ചാറ്റിൽ ഒന്ന് അറിയിക്കുക.